ചോറ് മൊത്തം അതിലിട്ടോ. ഓക്കെ, മോര് കറി, കട്ടി മോരുള്ള കറി വയ്ക്കും. ഇവിടെ കണ്ടില്ലേ, ഇത് ലുഡോ ബോർഡ് ഉണ്ട്, അതേപോലെ യൂനോ കണ്ടില്ലേ, യൂനോ ഉണ്ട്. പിന്നെ ഇതെന്താ സാധനം, ഇതും ഒരു ലുഡോ പോലത്തെ എന്തോ ഒരു കളിയാണ്, എനിക്കറിയില്ല അതെന്ത് കളിയാണെന്നുള്ളത്. ഹലോ ഹായ്, എല്ലാവർക്കും ആദർശ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദ്രാനഗറിലാണ്. ഇന്ദ്രാനഗറിലുള്ള ഷാപ്പ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്ക് വന്നതാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത നല്ല നാടൻ ഫുഡ് കിട്ടും. ബാംഗ്ലൂരിൽ നമ്മളെ ഇന്ദ്രാനഗറിൽ നല്ല നാടൻ ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണിത്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2015 അങ്ങനെ ഓപ്പൺ ആക്കിയൊരു ഷോപ്പാണ്, മലയാളീസിൻ്റെതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു ചട്ടിച്ചോറ് കിട്ടും. നല്ല ബീഫിൻ്റെതാണെങ്കിലും ചിക്കനൊക്കെ ഇട്ട്, അല്ലെങ്കിൽ മീൻ പ്രോൺസൊക്കെ വെച്ചിട്ടുള്ള നല്ല ചട്ടിച്ചോറ് കിട്ടും. അപ്പോൾ ചട്ടിച്ചോറിനെ പറ്റി എന്താ പറയുക, ചട്ടീൻ്റെ അകത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് വേറൊരു ടേസ്റ്റ് അല്ലേ. നമ്മളെപ്പോഴും ഇല കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്, ചട്ടി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ചട്ടിച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഹോട്ടലിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ചേട്ടനെ പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ ഓണറായ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വിനോദ്. ഓക്കെ, വയനാട്ടിൽ? ഞാൻ ബോൺ ബോട്ട് ബാംഗ്ലൂരാണ്, വയനാട്ടിൽ പുൽപ്പള്ളിയാണല്ലേ. ഓക്കെ, പുള്ളി ജനിച്ചതൊക്കെ ബാംഗ്ലൂർ തന്നെയാണ്, പക്ഷേ വയനാട്ടുകാരനാണ്. പോകാറുണ്ട്, നാട് പോകാറുണ്ടോ? ഇടയ്ക്ക് പോകാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇവിടുത്തെ വെറൈറ്റി ഒക്കെ എന്തൊക്കെയുള്ളത് ഫുഡ്? നമ്മൾ ഷാപ്പ് 2015 ഓപ്പൺ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ബേസിക്കലി കോൺസെപ്റ്റ് അറിയാതെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടിലെ ഷാപ്പിലെ ഒരു കോൺസെപ്റ്റ് അതേപോലത്തെ കറികളൊക്കെ ഉണ്ട്, സെയിം ഫുഡും സെയിം കറികളും. സെയിം ഇല്ലാത്തതെന്ന് പറയാൻ കള്ള് ഇവിടെ കിട്ടത്തില്ല. കള്ളില്ലാത്ത ഒരു പ്രശ്നമുള്ളൂ. സെറ്റപ്പും ഫുഡൊക്കെ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചട്ടിച്ചോറുണ്ട്. അതാണിപ്പം ഇവിടുത്തെ മെയിനായിട്ട് ഇപ്പം മൂവ് ചെയ്യുന്നത്. പിന്നെ പൊള്ളിച്ച ബിരിയാണി എന്ന് പറയുമ്പോൾ ഏതായാലും നമ്മൾ ബിരിയാണി സെറ്റാക്കിയിട്ട് പൊള്ളിച്ച് അങ്ങ് ആവി കയറ്റും. പിന്നെ നമുക്ക് ഇതുണ്ട്, പൊറോട്ട പൊള്ളിച്ചതുണ്ട്. പിന്നെ അങ്ങനെ കുറെ കപ്പ ബിരിയാണി, എല്ലാം ഒരു വെറൈറ്റിയാണ്. ഇപ്പം മാക്സിമം വെറൈറ്റി ആയിട്ട് ഷാപ്പിന്റെ എല്ലാ സംഭവങ്ങളും, അതേപോലത്തെ ഷാപ്പിൽ വെക്കുന്ന നല്ല എരിവുള്ള മീൻ കറി, മുളകിട്ട മീൻ കറി കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും. ഇത് ഇന്ദ്രാനഗറാണ്. ഞാൻ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതേപോലെ നമ്പറും കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ ബൾക്ക് ഓർഡറുകളൊക്കെ സ്വീകരിക്കാം. നമ്മൾ കേറ്ററിംഗ് ചെയ്യാറില്ല, ആൾക്കാർ നമ്മൾ ഉണ്ടാക്കി വെക്കും, അങ്ങനെ മാത്രമേ ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ, നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചട്ടിച്ചോറൊന്ന് കഴിച്ച് നോക്കാം. ഇവിടുത്തെ എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിച്ചു. ഇവിടെ കണ്ടില്ലേ, ഇത് ലുഡോ ബോർഡ് ഉണ്ട്, അതേപോലെ യൂനോ ഉണ്ട്. പിന്നെ ഇതെന്താ സാധനം, ഇതും ഒരു ലുഡോ പോലത്തെ എന്തോ ഒരു കളിയാണ്, എനിക്കറിയില്ല അതെന്ത് കളിയാണെന്നുള്ളത്. അതേപോലെ ഇവിടെ ചെസ് ഉണ്ട്. പിന്നെ ഇതാണല്ലോ ഇവിടെ ഒരു സ്റ്റിക്ക്, ഇതാണല്ലേ. ഇങ്ങനത്തെ കുറേ കളികൾ, ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇരുന്ന് വായിക്കാൻ പറ്റിയ കുറേ ബുക്സും കാര്യങ്ങളും ഉണ്ട്. നമ്മളെ ചെറിയൊരു ലൈബ്രറി. പിന്നെ അതേപോലെ ഇവിടെ ചമനോളൊക്കെ കുറേ ഫോട്ടോസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ആണല്ലേ. ഓക്കെ, ഇതാണ് നമ്മളെ എന്താ പറയുക, ഒരു ഫിഷ് ചട്ടിച്ചോറിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടാവുക. ഒരു ചട്ടീൻ്റെ അകത്ത് ഇല വെച്ചിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു ഉള്ളി, അതേപോലെ ഇതെന്താ അച്ചാറാണോ, എന്താ പിക്കിൾസ് ആണോ? ഉണക്കമീൻ കറി. ഓക്കെ, എന്ത് മീനാണ് വരുന്നത്? സ്രാവ്. ഓക്കെ, ഓക്കെ, നെത്തോലി ഫ്രൈ, ചുട്ട പപ്പടം, തേങ്ങ ചമ്മന്തി. ഓക്കെ, കട്ടി മോര് കറി. പിന്നെ ഇത് നമ്മളെ നാടൻ, അതായത് ഇതെന്ത് ചോറ് പറയുന്നത്? മട്ടരിന്റെ ചോറും ഫിഷ് കറി. ഓക്കെ, അതിങ്ങനെ ഇതിലൊഴിക്കും. ഓക്കെ ഓക്കെ, അതിന്റെ മേലേക്ക് ചോറിടും.
മൊത്തം അതിലിട്ടോ. ഓക്കെ, മോര് കറി, കട്ടി മോരുള്ള കറി വയ്ക്കും. സൈഡിൽ ഉണക്കമീൻ. ഓക്കെ, ഓരോ സൈഡിലായിട്ടില്ലേ? പിന്നെ ആ ഒരു ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സൈഡില് ഇത് തേങ്ങ ചമ്മന്തി അല്ലേ? തേങ്ങ ചമ്മന്തി, പിന്നെ പിക്കിള്, അച്ചാറ്. ഓക്കെ, മാങ്ങാച്ചാറാണത്. മാങ്ങാച്ചാറ്, പിന്നെ ഒരു ഉള്ളി മുളക്, പിന്നെ നെത്തോലി. അപ്പൊ തന്നെ ചട്ടി മൊത്തം നിറഞ്ഞു. ഈ ചട്ടി ഇതാണ് ചട്ടിച്ചോറ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പോയി കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടിച്ചോറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു ചട്ടീനകത്ത് നിറച്ച് സാധനം. കണ്ടില്ലേ, മീൻ നോക്കൂ, എത്ര മീനാണ്, കുറേ മീൻ. അതേപോലെ മീൻ കറി വെച്ചത്, അതായത് സ്രാവ് കറി കേട്ടോ, അത് ഉണക്കമീൻ സ്രാവ് കറി വെച്ചത്. അത് പപ്പടം, ചുട്ട പപ്പടം. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും ആരും ചുടാറില്ല പപ്പടമൊന്നും, പക്ഷേ ചുട്ട പപ്പടം. അതേപോലെ തേങ്ങ ചമ്മന്തി. കഴിച്ചിട്ട് കുറേ, ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫ്രീ ടൈമിൽ ഈവനിങ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമുക്കിത് നെത്തോലി കഴിച്ചോ. മുരിഞ്ഞ നെത്തോലി കേട്ടോ. അങ്ങനല്ല, തേങ്ങയൊക്കെ അങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചിട്ടതാണ്. അടിപൊളി ടേസ്റ്റ്. ഈ ഉണക്കമീൻ സ്രാവില്ലേ, നല്ല എരിവിട്ട് കറി വെച്ചാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന കറിയില്ലേ, സെയിം. നമുക്കിങ്ങനെ വായിൽ വെള്ളം വരും. അതിൻ്റെ കൂടെ കട്ടി തൈരോട് കൂട്ടി കഴിക്കുമ്പം വേറെ ലെവലാണ് ടേസ്റ്റ്. അച്ചാറിന് നല്ല എരിവുണ്ട്. തേങ്ങാ ചമ്മന്തി ഉണ്ടോ? നമുക്ക് തേങ്ങാ ചമ്മന്തിയും അച്ചാറും മീൻ കറിയും ഒക്കെ കൂടി കൂട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാം. സൂപ്പർ. മീനെ കൂടി കിട്ടി പോയച്ചാ. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ, എന്നിട്ട് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വന്ന് ഫുഡ് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഷാപ്പിൽ കിട്ടുന്ന സെയിം ടേസ്റ്റ്, എല്ലാം സെയിം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കള്ള് കിട്ടില്ല എന്നുള്ള ഒറ്റ കാര്യങ്ങളും, ബാക്കിയെല്ലാം ഒരേപോലെയാണ്. അപ്പം ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. അപ്പോൾ നമ്മൾ ഷാപ്പിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ്, വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.